നവമണലൂർ പദ്ധതിക്ക് തുടക്കമായി. മണലൂർ മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെയും ഗുരുവായൂർ നഗരസഭാ പ്രദേശമായ തൈക്കാട് മേഖലയിലെയും ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത ജനകീയ സദസ്സിൽ വെച്ച് മണ്ഡലത്തിലെ മാതൃകാ വികസന പദ്ധതിയായ നവമണലൂർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മുല്ലശ്ശേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ സദസ്സിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പദ്ധതി വിശദീകരണം നടത്തി. ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും പ്രതിരോധിക്കുകയും കാർഷിക വികസനം ലക്ഷ്യമിടുകയും ചെയ്യുന്ന കാർബൺ ന്യൂട്രൽ മണലൂർ, മനുഷ്യവിഭവശേഷി വികസനത്തിനായുള്ള സർഗോത്സവം, ഗതാഗത വികസനത്തിനായുള്ള ഗ്രാമീണ റോഡ് വികസന മാസ്റ്റർ പ്ലാൻ, രോഗപ്രതിരോധത്തിലൂന്നുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി, കുടിവെള്ളം, ഭവനം, പട്ടികജാതി വികസനം എന്നിവയടങ്ങുന്ന സമ്പൂർണ്ണ വികസനം, ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസം മണലൂരിൽ എത്തിക്കുന്ന ജനകീയ വിദ്യാഭ്യാസ പദ്ധതി, വനിതകളുടെ നൈപുണ്യ വികസനത്തിനായുള്ള വനിതാ ശാക്തീകരണ പദ്ധതി എന്നീ 7 പദ്ധതികളാണ് നവമണലൂർ പ്രോജക്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടത്. കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്നും ലഭ്യമാക്കിയ തൈകളുടെ വിതരണ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥിന് നൽകിക്കൊണ്ട് MLA നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മുല്ലശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KN മനോജ് എന്നിവർ സംസാരിച്ചു.